പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. സാധാരണ റെഗുലർ ക്ലാസ് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ഒരു ക്ലാസ് റൂമിനകത്ത് ഉണ്ടാവുമായിരുന്നു. മാത്രമല്ല, നിങ്ങളുടെയൊക്കെ കൂട്ടുകാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമായിരുന്നു. നിങ്ങളെല്ലാവരും സമപ്രായക്കാരാണ്, അഥവാ പിയർ ഗ്രൂപ്പ്സ് ആണ്. നിങ്ങളുടെ ജനന വർഷം, ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തു നോക്കുമ്പോഴും സാമ്യത നിങ്ങൾക്ക് കാണാം. നിങ്ങളെല്ലാവരും എന്താണ്, ഒരു പീരീഡിനകത്ത്, ഒരു കാലഘട്ടത്തിൽ ജനിച്ചവരായിരിക്കും. അതേസമയം നിങ്ങളുടെ രക്ഷിതാക്കള് അതേ പീരീഡിൽ ജനിച്ചവരായിരിക്കുമോ? അതായിരിക്കില്ല. അവരുടെ ജനന വർഷവും കാലഘട്ടവും നിങ്ങളുടെ ജനന കാലഘട്ടവും പീരീഡും തമ്മിൽ എന്തുണ്ട്? ഡിഫറൻറ്റ് വ്യത്യാസമുണ്ട്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇത്തരത്തിൽ പീരീഡുമായിട്ട്, കാലഘട്ടവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്, അഥവാ ക്രോണോളജി. എന്താണ് ക്രോണോളജി? ക്രോണോളജി. ഈ ക്രോണോളജിയെ കുറിച്ചാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്, അഥവാ കാലഗണന. ക്രോണോളജി അഥവാ കാലഗണന. ക്രോണോളജി അഥവാ കാലഗണന എങ്ങനെയാണ് മനസ്സിലാക്കുക, അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. ലോകത്തെ എല്ലായിടത്തും കാലഗണന അഥവാ ക്രോണോളജി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ക്രിസ്ത്യൻ ഇറയാണ്, അഥവാ ക്രിസ്തു വർഷമാണ്. അതാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. ടുഡേ ദ ക്രിസ്ത്യൻ ഇറ ഈസ് ദ കോമൺ സ്കെയിൽ ഓഫ് ക്രോണോളജി ആൾ ഓവർ ദ വേൾഡ്. ആൾ ഓവർ ദ വേൾഡ്, ലോകത്തെ എല്ലായിടത്തും കോമൺ സ്കെയിൽ, പൊതുവായി ഉപയോഗിക്കുന്നത് എന്താണ്? ക്രിസ്ത്യൻ ഇറ, ക്രിസ്തു വർഷമാണ്. എന്തിന്? ക്രോണോളജി കണക്കാക്കാൻ വേണ്ടിയിട്ട്, അഥവാ കാലഗണന കണക്കാക്കാൻ വേണ്ടിയിട്ട് ലോകത്ത് എല്ലായിടത്തും ഉപയോഗിക്കുന്നത് എന്താണ്? ക്രിസ്ത്യൻ ഇറ, ക്രിസ്തു വർഷമാണ്. ഹിസ്റ്ററി എന്താണ് എന്ന് നിങ്ങൾ പഠിച്ചതാണ്. ആ ഹിസ്റ്ററിയെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ബർത്ത്, ജനനം. ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആരുടെ ജനനം? യേശു ക്രിസ്തുവിന്റെ ജനനത്തെ അടിസ്ഥാനമാക്കി നമുക്ക് എന്തിനെ? ഹിസ്റ്ററിയെ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. എത്രയായിട്ട്? ഡിവൈഡഡ് ഇൻടു 2, രണ്ടായിട്ട്. ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ ജനനത്തെ അടിസ്ഥാനമാക്കി ഹിസ്റ്ററി ഡിവൈഡഡ് ഇൻടു 2. ഫസ്റ്റ് വൺ AD, ഒന്നാമത്തത് AD, ആൻഡ് സെക്കൻഡ് BC, ഒന്നാമത്തത് AD എന്നും സെക്കൻഡ് വൺ BC എന്നുമാണ് അറിയപ്പെടുന്നത്. അതായത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ദ പീരീഡ് ഇൻ ഹിസ്റ്ററി ഈസ് ഡിവൈഡഡ് ഇൻടു AD ആൻഡ് BC ഓൺ ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇനി എന്താണ് AD, എന്താണ് BC, അതറിയണ്ടേ? അതാണ് ഇനി പറയാൻ പോണത്. ഫസ്റ്റ് വൺ ഏതാണ്? AD. എന്താണ് AD? ആദ്യം ADയുടെ ഫുൾ ഫോം എന്താണ് അത് പറയാം. AD മീൻസ് അന്നോ ഡൊമിനി. ADയുടെ ഫുൾ ഫോം ആണ് അന്നോ ഡൊമിനി. ആൻഡ് BCയുടെ ഫുൾ ഫോം ആണ് ബിഫോർ ക്രൈസ്റ്റ്. ബിഫോർ ക്രൈസ്റ്റ്. ഇനി എന്താണ് AD എന്ന് പറയാം. The time after the birth of Jesus Christ is known as AD. The time after. എന്താണ് after എന്ന് പറഞ്ഞാൽ? After, ശേഷം. എന്തിനു ശേഷം? Birth of Jesus Christ, യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്. ബർത്ത്, ജനനം, ജനനത്തിന് ശേഷം, ആഫ്റ്റർ, ശേഷമുള്ള ആ ഒരു പീരീഡിനെ, ആ ഒരു ടൈമിനെ വിളിക്കുന്ന പേരാണ് എന്ത്? AD എന്ന് പറയുന്നത്.
The time after the birth of Jesus Christ is known as AD, and BC, before Christ. ആ വാക്കിൽ തന്നെ ഉണ്ട്, അതിന്റെ ഫുൾ ഫോമിൽ തന്നെ ഉണ്ട്. എന്താണ് BC എന്നത്? BC എന്ന് പറഞ്ഞാല് the time before the birth of Jesus Christ is known as BC. The time before എന്താണ്? Before പിന്നിലോട്ട്. Before എന്തിന്റെ പിന്നിലോട്ട്? Birth of Jesus Christ, യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് മുൻപുള്ള ആ ഒരു ടൈം പീരീഡ്, ആ ഒരു സമയം, കാലഘട്ടം, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? BC എന്ന് പറയുന്നത്. BC എന്ന് പറഞ്ഞാൽ the time before the birth of Jesus Christ is known as BC. ഇനി ഈ ADയെയും BCയെയും ഇന്ന് വിളിക്കുന്നത് മറ്റൊരു പേരിലാണ്. ഇന്ന് അവ അറിയപ്പെടുന്നത്. Now AD is known as CE. CE എന്ന് പറഞ്ഞാൽ കോമൺ ഇറ. ADയെ ഇന്ന് വിളിക്കുന്ന പേരാണ് എന്താണ്? CE. CE means common era. And second, BC ഇന്ന് അറിയപ്പെടുന്നത് BCE. ഏതാണ്? BCE, before common era. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെഞ്ചുറി അഥവാ നൂറ്റാണ്ട് എന്നതിനെ കുറിച്ചാണ്. സെഞ്ചുറി നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കാണ്. എവിടെയാ കേട്ടിട്ടുള്ളത്? സ്പോർട്സില് നിങ്ങൾ കേട്ടതാണ്. എന്താ കേട്ടിട്ടുള്ളത്? സച്ചിൻ സെഞ്ചുറി അടിച്ചു. നമ്മളെല്ലാവരും സന്തോഷിക്കാറുണ്ട് സച്ചിൻ സെഞ്ചുറി അടിക്കുമ്പോ. അപ്പൊ എന്താണ് സെഞ്ചുറി എന്ന് പറഞ്ഞാൽ? എന്താണ്? അതെ, 100 റൺസ്, 100 റൺസ് എടുത്താൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെഞ്ചുറി നേടി എന്ന് പറയുന്നത്. അപ്പൊ സെഞ്ചുറി എന്ന് പറയുമ്പോ അത് നിങ്ങൾ ഓർക്കുക. ഏതോർക്കുക? 100 എന്നത് ഓർക്കുക. ഇവിടെ റൺസ് എന്നത് ഓർക്കേണ്ടതില്ല, പകരം എന്തോർക്കുക? ഇയേഴ്സ്, വർഷങ്ങൾ. അതായത് 100 ഇയേഴ്സ് കൂടി ചേർന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അതെ, സെഞ്ചുറി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. A century denotes 100 years. A century denotes എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുക. Denotes means സൂചിപ്പിക്കുക. എന്ത് സൂചിപ്പിക്കുക? A century denotes. സെഞ്ചുറി സൂചിപ്പിക്കുന്നത് എന്താണ്? 100 years, 100 വർഷത്തെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്? ഒരു സെഞ്ചുറി സൂചിപ്പിക്കുന്നത്. ഒരു സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 100 വർഷങ്ങൾ കൂടിച്ചേർന്നതാണ്. ഇനി അങ്ങനെയെങ്കിൽ ഫസ്റ്റ് സെഞ്ചുറി എത്ര മുതൽ എത്ര വരെ ആയിരിക്കും? 1-ാം നൂറ്റാണ്ട് അഥവാ ഫസ്റ്റ് സെഞ്ചുറി എന്ന് പറഞ്ഞാൽ എത്ര മുതൽ എത്ര വരെയാ? AD 1 to 100 is equal to first century. AD 1 to 1 മുതൽ 100 വരെ is equal to first century, 1-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ സെക്കൻഡ് സെഞ്ചുറി എത്ര മുതൽ എത്ര വരെ ആയിരിക്കും? AD 2 മുതലാവോ? 2 മുതലാണോ? അല്ല. എത്ര മുതലാണ്? AD what not 1 to 200 is equal to second century. AD 101 മുതൽ 200 വരെ ഏതാണ്? സെക്കൻഡ് സെഞ്ചുറി, 2-ാം നൂറ്റാണ്ടാണ്. അങ്ങനെയെങ്കിൽ 3-ാം നൂറ്റാണ്ട് അഥവാ തേർഡ് സെഞ്ചുറി എത്ര മുതൽ എത്ര വരെയാണ്? AD
അതായത് ഇവിടെ എത്ര നിർത്തിയത്? 200 ആണ് നിർത്തിയത്. അപ്പൊ ഇനി എത്ര വരിക? അതെ, 2 not 1 2 1 2 300 is equal to third century. അടുത്തതോ നെക്സ്റ്റ് ഏത് വരും? യെസ്, AD ഇവിടെ എത്ര വന്നേ? 300 ആ വന്നത്. ഇനി 3 not 1 2 2 400 equal to fourth century. അങ്ങനെ എഴുതി പോകണം. ആരെഴുതണം? നിങ്ങൾ എഴുതണം. അങ്ങനെ എഴുതി പോകുമ്പോൾ എവിടെ എത്തും അവസാനം? നിങ്ങളെ എവിടെ എത്തും? എവിടെ എത്തണം? ഇങ്ങനെ എഴുതി പോകും. നിങ്ങള് എഴുതിയിട്ട് AD എവിടെ എത്തണം? 90 not 1 2 AD 90 not 1 2 എത്ര വരും? 2000 is equal to എത്ര വരും? 20th century. നെക്സ്റ്റ് അടുത്ത എന്ത് വരും? ഇവിടെ എത്ര നിർത്തിയത്? 2000. ഇനി ഏതാ വരിക? AD 2001 to 3000 ആണോ? അങ്ങനെ വരുമോ? 1000 കൂടി ചേരുന്നതാണോ? അല്ല. അപ്പൊ എത്ര വരിക? 2001 to 2100 is equal to 2100 is equal to ഇവിടെ എത്ര വന്നത്? 20th century വന്നത്. നെക്സ്റ്റ് എത്ര വരും? അതെ, 21th century. ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ കഴിയും? എന്ത് കണ്ടുപിടിക്കാം? സെഞ്ചുറി കണ്ടുപിടിക്കാൻ കഴിയും. മനസ്സിലായോ? ഇനി ക്വസ്റ്റ്യൻ വരിക എങ്ങനെയാണ്? ഇത് എഴുതാനല്ല ക്വസ്റ്റ്യൻ വരിക, മറിച്ച് എങ്ങനെ ക്വസ്റ്റ്യൻ വരും? നിങ്ങൾക്ക് ഇയർ തരും, വർഷം തരും. ആ വർഷം തന്നിട്ട് അല്ലെ ഇയർ തന്നിട്ട് എന്ത് കണ്ടെത്താൻ? യെസ്, സെഞ്ചുറി കണ്ടെത്താനാണ് ചോദ്യം വരിക. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് സെഞ്ചുറി കണ്ടെത്തുക? ആദ്യം എന്ത് ചെയ്യാ? ആ വർഷം നോക്കുക. ഉദാഹരണത്തിന് ഒരു വർഷം ഇവിടെ എഴുതുകയാണ് 2020. ഇപ്പോഴത്തെ നമ്മളെ ഇയർ ആണത് 2020. അതിന്റെ എന്ത് കണ്ടെത്തണം? എന്താണ് കണ്ടെത്തേണ്ടത്? യെസ്, സെഞ്ചുറി കണ്ടെത്തണം. അപ്പൊ എങ്ങനെ കണ്ടെത്തും? ഇങ്ങനെ നമ്മൾ എഴുതി നോക്കുമ്പോൾ ആ നോക്കുന്ന സമയത്ത് ഈ ഇയർ ഇതിലെവിടെയാണോ, ഏത് വർഷങ്ങളുടെ ഇടയിലാണോ വരുന്നത് അതാണ്, അല്ലെ അതിന്റെ നേരെയുള്ള സെഞ്ചുറി ആണ്. ഏതിന്റെ സെഞ്ചുറി? ആ വർഷത്തിന്റെ സെഞ്ചുറി. ഇവിടെ 2020 അഥവാ 2020 ഏത് വർഷത്തിനിടയിലാണ് വരുന്നത്? ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എവിടെ വരുന്നത്. ഇവിടെയാണ് അല്ലേ? ഇതിനിടയിൽ വരുന്ന ഒരു വർഷമാണ് ഏത്? 2020. അതുകൊണ്ട് അതിന്റെ നൂറ്റാണ്ട് ഏതാണ്? അതെ, 21 അഥവാ 21th century. ഇപ്പോഴത്തെ നൂറ്റാണ്ട് ചോദിച്ചാൽ ഏതാണ്? 21th century. ആ രീതിയിൽ ഏത് വർഷം തന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കണ്ടെത്താൻ സാധിക്കും. ഈ ഒരു ചാപ്റ്ററിനകത്ത് എല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിഫൈ ദ സെഞ്ചുറി. എന്ത്? സെഞ്ചുറി കണ്ടെത്തുക എന്ന ചോദ്യം. ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടായിരിക്കും. ഈ ടേബിളിനകത്ത് ഇയേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്ത് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും? സെഞ്ചുറി ഐഡന്റിഫൈ ചെയ്യണം, കണ്ടെത്തണം. ആ രീതിയിലുള്ള ചോദ്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെ കണ്ടെത്തും? അതിനുള്ളൊരു ഈസി മെത്തേഡ് ഉണ്ട്. ആ ഈസി മെത്തേഡാണ് ഇപ്പോൾ പറയാൻ പോണത്. അത് നമ്മൾ എന്ത് നോക്കുക? ഇയേഴ്സ് നോക്കുക. ഏതൊക്കെ ഇയറുകളാണുള്ളത് നോക്കുക. ഫസ്റ്റ് വൺ AD 1957. അത് നമ്മൾ അങ്ങോട്ട് എടുത്ത് മാറ്റി എഴുതുക. 1957. അത് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് എന്താണ്? ഈ ഒരു ഇയറില് എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് നോക്കണം. എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4.
എത്ര നമ്പേഴ്സ് ഉണ്ട്? 4 അക്കങ്ങൾ അഥവാ 4 ലെറ്റേഴ്സ് ആണുള്ളത്. ഇനി ഇങ്ങനെ ഉള്ള ഒരു ഇയേഴ്സ് കിട്ടിയാൽ എങ്ങനെ സെഞ്ചുറി കണ്ടെത്തും? 4 അക്കമുള്ള സംഖ്യയാണെങ്കിൽ ഈ സംഖ്യയുടെ തുടക്കത്തിലെ 2 അക്കം, തുടക്കത്തിലെ 2 നമ്പേഴ്സ് എടുക്കുക. എത്രയാണ് ഇവിടെ? യെസ്, 19 ആണ്. എന്ത്? ആ 2 ലെറ്റേഴ്സ്, 2 നമ്പേഴ്സ് എടുത്തു. 19 പ്ലസ് എന്നിട്ട് കൂടെ എന്ത് കൂട്ടുക? +1. +1 is equal to എത്ര വരും? യെസ്, 20. എത്ര വരും? 20. അതായത് 4 അക്കമുള്ള ഒരു സംഖ്യയാണെങ്കിൽ ആ സംഖ്യയുടെ തുടക്കത്തിലെ 2 അക്കങ്ങൾ എടുക്കുക. അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുക? എല്ലായ്പ്പോഴും +1 ആഡ് ചെയ്യുക. എന്തിനു വേണ്ടി? സെഞ്ചുറി കണ്ടെത്താൻ വേണ്ടി. അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ 1957 ആയിരുന്നു. ഈ 1957 എത്ര അക്കമുണ്ട്? എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 4 ലെറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ 4 ലെറ്റേഴ്സിന്റെ തുടക്കത്തിലെ 2 ലെറ്റേഴ്സ് എടുത്തു, 2 നമ്പേഴ്സ് എടുത്തു. ആ 2 നമ്പേഴ്സ് ആണ് എത്ര? 19 +1 എത്ര കിട്ടി? 20. അപ്പൊ ഇവിടെ എത്ര എഴുതും നമ്മള്? യെസ്, 20th സെഞ്ചുറി. നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ട് 20th സെഞ്ചുറി. അതാണ് ഏതിന്റെ സെഞ്ചുറി? AD 1957 സെഞ്ചുറിയാണ് ഏത്? 20th സെഞ്ചുറി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ AD 2018 എത്ര വരും? നമ്മളിവിടെ എടുത്ത് എഴുതാം. 2018 എത്ര അക്കമുണ്ട്? 1 2 3 4 4 നമ്പേഴ്സ് ഉള്ളത്. അങ്ങനെ ആകുമ്പോ എന്ത് ചെയ്യണം? അതിന്റെ തുടക്കത്തിലെ 2 നമ്പേഴ്സ് നമ്മൾ എടുക്കണം. 2 നമ്പേഴ്സ് നമ്മൾ എടുത്തു. എത്ര വരുന്നുണ്ട്? 20 വരും. 20. ആ 20യോട് കൂടി എന്ത് ആഡ് ചെയ്യണം? പ്ലസ് ചെയ്യണം. യെസ്, +1 is equal to എത്ര വരും? അതെ, 21. അപ്പൊ ഇതിന്റെ സെഞ്ചുറി എത്രയാണ്? യെസ്, 21th സെഞ്ചുറി. ഇത് മനസ്സിലായിട്ടുണ്ടോ? അതായത് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. 4 അക്കമുള്ള സംഖ്യയുടെ തുടക്കത്തിലെ 2 അക്കം എടുക്കുക, അതിന്റെ കൂടെ പ്ലസ് ആഡ് ചെയ്യാം. +1 ആഡ് ചെയ്യാം. മനസ്സിലാവുണ്ടോ? ആ രീതി നമുക്ക് ഇങ്ങനെ കണ്ടെത്താം. ഇനി നെക്സ്റ്റ് എത്രയാണ്? 361. നമുക്ക് എടുത്ത് എഴുതാം. 361. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. 4 നമ്പേഴ്സ് ഉണ്ടോ? ഇല്ല. എത്ര നമ്പേഴ്സ് ഉള്ളത്? 1 2 3. 3 നമ്പേഴ്സേ ഉള്ളൂ. 3 അക്കങ്ങളുള്ള സംഖ്യയാണെങ്കിൽ ആ സംഖ്യയുടെ തുടക്കത്തിലെ ഒരക്കം എടുക്കുക. ആ അക്കത്തോട് കൂടി എത്രയാണ്? 3 പ്ലസ് നേരത്തെ ചെയ്ത പോലെ തന്നെ +1 ഒന്ന് ആഡ് ചെയ്യുക. ഈസ് ഈക്വൽ ടു എത്ര വരും? അതെ, 4th അപ്പൊ ഇവിടെ എത്ര വരും? 4th സെഞ്ചുറി. 4th സെഞ്ചുറി. ഇനി അതുപോലെയാണെങ്കിൽ ഇത് ചെയ്തൂടെ? ഇത് എത്ര വരുന്നത്? 222. അത് നമ്മൾ ഇവിടെ എഴുതി. 222 എത്ര അക്കമുണ്ട്? 3 അക്കമാണുള്ളത്. 3 അക്കമുള്ള സംഖ്യയുടെ തുടക്കത്തിലെ ഒരക്കം എടുക്കുക, അതിന്റെ കൂടെ +1 ഒന്ന് ആഡ് ചെയ്യുക. ആ സമയത്ത് കിട്ടുന്ന സംഖ്യ എത്രയാണോ അതാണ് എന്ത്? അതിന്റെ സെഞ്ചുറി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സെഞ്ചുറി എത്രയാണ്? 3rd സെഞ്ചുറി. 3-ാം നൂറ്റാണ്ട്. ഈ രീതിയിൽ നമുക്ക് എന്ത് കണ്ടെത്താൻ സാധിക്കും? സെഞ്ചുറി കണ്ടെത്താൻ സാധിക്കും. ഇതല്ലേ ഈസി മെത്തേഡ്, എളുപ്പ വഴി ഇതല്ലേ? ഈ രീതിയിൽ വേണം നിങ്ങൾ എന്ത് കണ്ടെത്താന്? സെഞ്ചുറി കണ്ടെത്താൻ കഴിയോ? കഴിയും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്.
എന്ത് കണ്ടെത്താനുള്ളത്? യെസ്, സെഞ്ചുറി കണ്ടെത്താനുള്ളത്. അത് നിങ്ങൾ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യണം? വരച്ച് എഴുതണം. മനസ്സിലായോ? ഓക്കെ ആണല്ലോ?